പ്രണയതീരം ഭാഗം 18. എൻ്റെ പെണ്ണ് ഇനി അവളുടെ സിന്ദൂര രേഖയിൽ നിന്നും ആ ചുവപ്പ് മായാൻ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. അതിന് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ തൊടാതിരുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ അത് ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വേറെയൊന്നും നോക്കാൻ തോന്നിയില്ല. ഈ സിന്ദൂര രേഖ അതുകൊണ്ടാണ് ഞാൻ ചുവപ്പിച്ചത്. ഈ ചുവപ്പ് ഇനി എൻ്റെ നെറ്റിയിൽ നിന്നും മായില്ല. ഞാൻ ആരും കാണാതെ നോക്കിക്കോളാം. കല്ലു നെറ്റിയുടെ ഭാഗത്തേക്ക് വീണ് കിടക്കുന്ന കുങ്കുമം തുടച്ച് മുടി ചരിച്ചിട്ടുകൊണ്ട് നെറ്റിയിലെ കുങ്കുമം മറച്ചു വെച്ചു. ഇനി പോകാം എന്ന് പറഞ്ഞു. ആദി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കാറെടുത്തു. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ആ, കുട്ടികൾ വന്നല്ലോ, രണ്ടുപേരും കൈ കഴുകി വന്ന് ഇരിക്ക്, കാർത്തികയുടെ അമ്മ പറഞ്ഞു. ആദിയും കാർത്തികയും അടുത്ത് വന്ന് ഇരുന്നു. കിച്ചു ആദിയെ ഒന്ന് നോക്കി. എന്താ മോനെ, വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? കാര്യമുണ്ട്, അത് നീ ഇപ്പോൾ അറിയണ്ട, ഞാൻ പിന്നെ പറയാം, ആദി പറഞ്ഞുകൊണ്ട് കാർത്തികയെ നോക്കി. അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വേഗം ആയിക്കോട്ടെ, ഇവന്റ് മാനേജ്മെന്റ് ടീം ഇപ്പോൾ വരും, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയായി കൊടുക്കണം. ദൂരെ നിന്നും വരുന്നവർക്ക് ഈ 2 ദിവസം താമസിക്കാനായിട്ട് ഹോട്ടലിൽ തന്നെ സൗകര്യം ചെയ്യണം. അവരുടെ ഭക്ഷണം എല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. ഒന്നിനും ഒരു കുറവും വരരുത്. ആർക്കും ഒരു പരാതി ഇല്ലാതെ നോക്കണം. മഹാദേവൻ എല്ലാവരോടുമായി പറഞ്ഞു. പിന്നെ എല്ലാവരും ഓരോരുത്തരുടെ ജോലികളുമായി പോയി. സ്ത്രീകളെല്ലാം അടുക്കളയിലെ ജോലികളുമായി തിരക്കിലായി. പണികൾ ചെയ്യാൻ ഒരുപാട് ആളുണ്ടെങ്കിലും അടുക്കളയിലൊന്നും മുത്തശ്ശി ആരെയും ജോലിക്ക് കയറ്റില്ല. അത് ആ വീട്ടിലെ സ്ത്രീകളെല്ലാം സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കാർത്തിക മുറിയിലേക്ക് ഓടി. അവൾക്ക് രാവിലത്തെ കാര്യങ്ങൾ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. അവൾ മുറിയിൽ കയറി വാതിലടച്ചു. കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്ന് കഴുത്തിൽ കിടക്കുന്ന ആ മാല പുറത്തേക്കെടുത്തു. അതിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി. ശംഖിൻ്റെ രൂപത്തിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഹാർട്ടിൽ അതിൽ ചുറ്റും ഡയമണ്ട് പതിപ്പിച്ചിരിക്കുന്നു. അതിനുള്ളിൽ ഓം എന്ന് എഴുതിയിരിക്കുന്നു. അതിന് താഴെ ആദിത്യ എന്നും എഴുതിയിട്ടുണ്ട്. ഒരുപാട് നേരം അതിൽ നോക്കിയിരുന്നു. പതിയെ അവൾ നെറ്റിയിലേക്ക് നോക്കി. മുടി നേരെ ഇട്ടു. അവിടെ ആദി തൊട്ടുകൊടുത്ത കുങ്കുമം അവൾ അവിടെ തൊട്ടു. കാർത്തിക മുറിയിൽ വച്ചിരിക്കുന്ന മുത്തച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് പോയി നിന്നു. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നറിയാം, പക്ഷേ ആദ്യേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ഇത്. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ആരെയും വിഷമിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ 3 പേരുടെ ഇടയിലും മാത്രമായി ഇരിക്കട്ടെ, അല്ലേ മുത്തശ്ശി? കാർത്തിക ആ ഫോട്ടോയിലേക്ക് നോക്കി സംസാരിക്കുകയാണ്. ഇവിടെയുള്ളപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും മുത്തശ്ശിയുടെ ഫോട്ടോയിൽ നോക്കി വിശേഷങ്ങൾ പറയുന്നത് പതിവാണ്. പെട്ടെന്ന് വാതിലിൽ മുട്ട് കേട്ടത്. വേഗം തന്നെ ആ താലി ഡ്രസ്സിൻ്റെ ഉള്ളിലേക്കാക്കി. മുടിയും ശരിയാക്കി. വാതിൽ തുറന്നു. മുന്നിൽ ചിരിയോടെ ആദി നിൽക്കുന്നു. എന്താണ് വൈഫി, മുഖത്ത് ഒരു ടെൻഷൻ? ആദ്യേട്ടനായിരുന്നോ? ആദി അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് മുറിയുടെ അകത്തേക്ക് നടന്നു. വാതിലടച്ചു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ ആദ്യേട്ടാ? എൻ്റെ വൈഫിയോടല്ല. പിന്നെ വാ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആദി അവളെയും കൊണ്ട് ആ മുത്തശ്ശിയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിച്ചു. ചെയ്തത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ശരിയാണ്. ആദി അവളുടെ കഴുത്തിലെ താലി ഡ്രസ്സിനുള്ളിൽ നിന്ന് പുറത്തേക്കിട്ടുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇപ്പോൾ മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. കല്ലു ആദി പറയുന്നത് കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ അവൻ പിടിച്ചു. അവൻ്റെ കൈയും ചേർത്ത് ഫോട്ടോയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദി അവളെ പിടിച്ച് അവനെ നേരെ നിർത്തി. ഈ കണ്ണ് നിറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഈ കണ്ണ് നിറയുമ്പോൾ ഇവിടെ ഒരു വിങ്ങലാണ്. ആദി അവൻ്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു. അതുകൊണ്ട് ആദിത്യവർമ്മയുടെ വൈഫ് കരയാൻ പാടില്ല, കേട്ടോ? ആദിയേട്ടാ, ഇത് സന്തോഷം കൊണ്ടാണ്. ഞാൻ മുത്തശ്ശിയോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ആദിയേട്ടനെ കൂടി ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിന്ന് അനുഗ്രഹം വാങ്ങായിരുന്നു എന്ന്. എൻ്റെ മനസ്സറിഞ്ഞതുപോലെ ആദ്യേട്ടൻ എത്തിയപ്പോൾ ഒരു സന്തോഷം.
അതാണ് കണ്ണു നിറഞ്ഞത്. ആണോ ഭാര്യയെ? സന്തോഷം കണ്ടാണോ? അപ്പോൾ ഇനി എന്നും ഈ കണ്ണു നിറയുന്നത് ഞാൻ കാണേണ്ടി വരുമോ? ആദി അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചുകൊണ്ട് നിറഞ്ഞു തുളുമ്പാൻ നിന്ന കണ്ണുനീരിനെ അവൻ്റെ ചുണ്ടുകൊണ്ട് എടുത്തു. കല്ലു ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു. ആദി അവളുടെ 2 കണ്ണിലും നെറ്റിയിലും കവിളിലും ചുംബിച്ചു. അവൻ അവളുടെ ചുണ്ടുകളിൽ നോക്കി. അത് ചെറുതായി വിറയ്ക്കുന്നു. അവിടേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് പതിയെ, വളരെ പതിയെ അവൻ ചുംബിച്ചു. കല്ലു ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ ചുംബനത്തെ സ്വീകരിച്ചു. പതിയെ തുടങ്ങിയ ആ ചുംബനം 2 പേരിലും ആഴത്തിൽ എത്തി. ശ്വാസമെടുക്കാൻ കല്ലു ബുദ്ധിമുട്ടുന്നത് കണ്ട ആദി അവളെ മോചിപ്പിച്ചു. കല്ലു കണ്ണുകളടച്ച് ശ്വാസം എടുത്തുകൊണ്ടിരുന്നു. എന്താണ് ഭാര്യ, ഒട്ടും സ്റ്റാമിന ഇല്ലല്ലോ. ഇപ്പോഴേ ഇങ്ങനെ തളർന്നു പോയാലോ? ഇനി അങ്ങോട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമല്ലോ. അപ്പോൾ കല്ലു ചുണ്ടു കോർപ്പിച്ച് അവനെ നോക്കി. ഇങ്ങനെ നോക്കല്ലേ എൻ്റെ പൊന്നെ. ഞാൻ ഒരുമ്മയിൽ നിർത്താമെന്ന് വിചാരിച്ചതാ. ഈ പെണ്ണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. ആദി അവളുടെ മേൽചുണ്ടിനെയും താഴെയും നുണഞ്ഞുകൊണ്ടിരുന്നു. കൈകൾ സെറ്റുമുണ്ടിനുള്ളിൽ കൂടി അവളുടെ ഇടുപ്പിൽ മുറുകി. കല്ലുവിൻ്റെ കൈകൾ ആദിയുടെ പുറത്ത് ആഴ്ന്നിറങ്ങി. രക്തത്തിൻ്റെ രുചി അറിഞ്ഞ ആദി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൾ തളർന്ന് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. കല്ലു, ആദി അവളെ വിളിച്ചു. കല്ലു ഒന്ന് മൂളി. വേദനിച്ചോടാ നിനക്ക്? ആദി അവളുടെ മുഖം 2 കൈകൾ കൊണ്ടും പിടിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി ഇല്ല എന്ന് പറഞ്ഞു. അവൻ അവളുടെ ചുണ്ടുകളിൽ നോക്കി. ചെറുതായി മുറിഞ്ഞു. അവനത് കണ്ടപ്പോൾ വിഷമമായി. സോറി മോളെ, എനിക്ക് അവൻ പറഞ്ഞു വന്നപ്പോഴേക്കും കല്ലു പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു. എൻ്റെ ഭർത്താവിന് ഭാര്യയുടെ ആദ്യ ചുംബനം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വാതിലിനടുത്തേക്ക് ഓടി. കുറ്റി തുറന്ന് പുറത്തേക്ക് ഓടി. കല്ലു, അവിടെ നിൽക്ക്. ആദി പുറകെ ചെന്നു. ഇനി അവിടെ നിന്നാലേ ശരിയാകില്ല. ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കി അവൾ വിളിച്ചു പറഞ്ഞു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടൂട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ആദി വിളിച്ചു പറഞ്ഞു. ഡാ, പുറകിൽ നിന്നുള്ള വിളി കേട്ട് ആദി തിരിഞ്ഞു നോക്കി. കിച്ചു, നീ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോന്നിട്ട് കാണാതായപ്പോൾ തന്നെ എനിക്ക് തോന്നി നീ ഇവിടെ കാണുമെന്ന്. ആദി അവനെ നോക്കി ചിരിച്ചു. അയ്യോടാ, അവൻ്റെ ഒരു ചിരി കണ്ടില്ലേ? ഞങ്ങളുടെ കൊച്ചിനെ ഇവൻ വഴി തെറ്റിക്കുമെന്നാണ് തോന്നുന്നത്. എൻ്റെ ദൈവമേ, കാത്തോളനെ ഞങ്ങളുടെ കൊച്ചിനെ. വാട നിന്ന് കിണിക്കാതെ. കിച്ചു നടന്നു. പുറകെ ആദിയും. ഞാൻ മര്യാദക്ക് പറഞ്ഞതാ എല്ലാവരോടും വേഗം കല്യാണം നടത്തി കൊടുക്കാമെന്ന്. എവിടെ, ആര് കേൾക്കാൻ? ഇനി എന്തൊക്കെ കാണണം ഞാൻ? അവൻ പെറുപുറത്തുകൊണ്ട് നടന്നു. ആദി ചെന്ന് അവൻ്റെ തോളിൽ കൈയിട്ടു. എന്താ എൻ്റെ കിച്ചു, നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ആദി ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ ചോദിച്ചു. കണ്ട എന്തൊരു മാന്യൻ, കയ്യിലിരിപ്പോ കോഴിയുടെയും. ഡോക്ടറാണ് പോലും, ഡോക്ടർ. കിച്ചു പുച്ഛിച്ചു. എടാ ആദി, നമുക്ക് നമ്മുടെ ടൗണിലുള്ള വില്ലയിലേക്ക് താമസം മാറിയാലോ? എന്തിനാടാ കിച്ചു? ഇവിടെ എല്ലാവരും ഇല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എന്തിനാ മാറുന്നേ? അതേടാ, അത് തന്നെയാ എൻ്റെയും പ്രശ്നം. ഇവിടെ കാർത്തികയുമുണ്ട്. നിനക്ക് എല്ലാത്തിനുമുള്ള സൗകര്യവും ഉണ്ട്. അതാണ് എൻ്റെ പേടിയും. അവൻ പറയുന്നത് കേട്ട് ആദി ചിരിച്ചു. ഡാ കിച്ചു, ഞാൻ ഇപ്പോഴാടാ പ്രേമം എന്താണെന്നും അതിൻ്റെ ഫീൽ എന്താണെന്നും അറിയുന്നത്. എനിക്ക് മാത്രമല്ല, കല്ലുവിനും. അത് ഞങ്ങൾ 2 പേരും എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും അതിര് കടക്കില്ല. അത് ഞാൻ എൻ്റെ കിച്ചുവിന് ഉറപ്പ് തരാം, ആദി പറഞ്ഞു. കിച്ചു, നിനക്കറിയാം പ്രണയത്തിൻ്റെ ഫീലിംഗ്. കീർത്തനയും നീയും അത് വേണ്ടുവോളം അറിയുന്നില്ലേ? എനിക്കൊരിക്കലും പ്രണയമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മയും അച്ഛനും സമയമാകുമ്പോൾ പറയും അയാളെ വിവാഹം കഴിക്കണം, അത്രേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ കല്യാണി കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് കൈവിട്ടു പോയി. പ്രണയത്തിനും ഇത്രയും മധുരമുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ തീവ്രത എനിക്കിപ്പോൾ അറിയാം. ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികം കല്ലുവിനെ പ്രണയിക്കുന്നുണ്ട്. അവളില്ലാതെ ആദി ഇല്ലടാ.
എൻ്റെ ഹൃദയമിടിപ്പ് പോലും അവൾക്ക് വേണ്ടിയാണ്. അവൾ അടുത്തുള്ളപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ മാറ്റം ഞാൻ അറിയുന്നു കിച്ചു. കിച്ചു, ഞാനിപ്പോൾ ഒരു ഡോക്ടറാണോ ഒരു ബിസിനസ്മാൻ ആണോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ലടാ. എൻ്റെ ലോകം അവളെ ചുറ്റിപ്പറ്റി മാത്രമാണ്. ഒരു നിമിഷം പോലും അവളെ കാണാതെ പറ്റുന്നില്ല. കാണാതെ ഇരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. കിച്ചു കാണുകയായിരുന്നു, അറിയുകയായിരുന്നു ആദിക്ക് കാർത്തികയോടുള്ള സ്നേഹം. എന്നും ഒരു കുറവും വരാതെ ഈ സ്നേഹം അവർക്കിടയിൽ ഉണ്ടാകണമെന്ന് കിച്ചു ആഗ്രഹിച്ചു. ഡാ ആദി, നിന്റെ കയ്യിൽ ഞങ്ങളുടെ കുട്ടി സുരക്ഷിതമാണെന്നും നീ സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ടല്ലേടാ ഞങ്ങളുടെ കൊച്ചിനെ നിന്നോട് കല്യാണം കഴിച്ചു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ അവന് വേണ്ട. ഇപ്പോൾ നോക്കിയേ അവളുടെ പുറകെ നടക്കുന്നത്. അയ്യോ, ഏട്ടൻ വേഗം ചെല്ലാൻ പറഞ്ഞതാ, ഞാൻ മറന്നു. എടാ കിച്ചു, ഞാൻ വരണോടാ കൂടെ? ഡാ നിന്നെ ഞാൻ. കിച്ചു വിളിച്ചതും ആദി ഓടി. താഴെ ആദിയും കിച്ചുവും കാറിൽ കയറുന്നതും നോക്കി കല്ലു ഒരു പുഞ്ചിരിയുമായി നിന്നു. വിനോദേ, കല്യാണിയെ കണ്ടിട്ട് കുറേ നാളായില്ലേടാ. എനിക്ക് അവളെ കാണാതെ പറ്റില്ല. എനിക്ക് ഇനിയും കണ്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കൂടാ. പ്ലീസ് നീ അച്ചുവിനോട് ഒന്ന് ചോദിക്ക്. അവൾക്കറിയാം അവൾ എവിടെയാണെന്ന്. എനിക്കിപ്പോൾ കാണണം കല്യാണിയെ. ശരത്ത് കരയുന്ന പോലെ ആയി. വിനോദിന് ശരത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാതായി. അച്ചുവിൻ്റെയും ദേവുവിൻ്റെയും സോനുവിൻ്റെയും എല്ലാം വിഷമം രാവിലെ വിനു കണ്ടതാണ്. കല്യാണി പോയപ്പോൾ ഒരുപാട് പേരുടെ മനസ്സും കൊണ്ടാണ് പോയതെന്ന് വിനുവിന് തോന്നി. കല്യാണിയോട് അവന് ദേഷ്യവും തോന്നി. ശരത്, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഒരു ബിയറൊക്കെ കഴിച്ചാലോ? നിന്റെ മനസ്സൊന്ന് ശരിയാകും, വിനോദ് പറഞ്ഞു. ഇല്ല വിനു, എൻ്റെ മനസ്സും ശരീരവും കടൽ പോലെ ഇളകി മറിയുകയാണ്. അത് മാറണമെങ്കിൽ കല്യാണിയെ കാണണം, അല്ലാതെ അത് ശാന്തമാകില്ല. നീ പറഞ്ഞ ഒരു ലഹരിക്കും എന്നെ ശാന്തമാക്കാൻ പറ്റില്ല. അത് കല്യാണിക്ക് മാത്രമേ ഞാനെന്ന കടലിനെ ശാന്തമാക്കാൻ പറ്റുകയുള്ളൂ. നീ എവിടെയാ കല്യാണി? എന്നെ തനിച്ചാക്കല്ലേ? ശരത്ത് അവൻ്റെ ഫോണിലെ കല്യാണിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരത്ത് വേഗം ഫോൺ എടുത്ത് ഒരു നമ്പറിൽ വിളിച്ചു. ചെറിയച്ച, എന്നൊന്ന് സഹായിക്കാമോ? എന്താ മോനെ, കോളേജിൽ വല്ല കുഴപ്പം ഒപ്പിച്ചോ? മറുഭാഗത്തു നിന്ന് ചോദിച്ചു. അതല്ല, ഞാനൊരു നമ്പർ തന്നാൽ ആ നമ്പറിലുള്ള ആളുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? അവൻ വിളിച്ചത് അവൻ്റെ ചെറിയച്ഛൻ ACP മാധവിനെ ആണെന്ന് വിനുവിന് മനസ്സിലായി. അതാണോ കാര്യം? ഇപ്പോൾ തന്നെ നീ ആ നമ്പർ അയക്ക്, ഞാൻ നോക്കിയിട്ട് പറയാം. എന്താടാ മോനെ, എന്താ പ്രശ്നം? ആരുടെ നമ്പറാണത്? മാധവ് ചോദിച്ചു. അത് ചെറിയച്ഛ, എൻ്റെ കൂടെ പഠിക്കുന്നൊരു കുട്ടിയാ. കുറച്ച് നാളായി കോളേജിൽ വരുന്നില്ല. വീട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി, അല്ലാതെ വേറൊന്നുമില്ല. മോനെ, കല്യാണിയുടെ നമ്പറാണോ അത്? ശരത്ത് ഒന്ന് ഞെട്ടി. അത് കണ്ട വിനു എന്താണെന്ന് ചോദിച്ചു. ശരത്ത് ഫോൺ സ്പീക്കറിലിട്ടു. നിന്റെ അച്ഛനും അമ്മയും കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ നിന്റെ അപ്പച്ചി ഗായത്രിയെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു. ഉടനെ നിന്റെ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മരുമകളെ മോൻ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാ കല്യാണിയുടെ കാര്യം പറഞ്ഞത്. ഫോട്ടോ കാണിച്ചു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ നമ്പർ കല്യാണിയുടെ ആണോ? എന്താണ് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ചെറിയച്ച, അവൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ മാസവും 3-4 ദിവസം പോകാറുണ്ട്. പക്ഷെ ഇത് കുറച്ചധികം ദിവസമായി. ആർക്കും അറിയില്ല. വീട്ടിൽ നിന്നും എല്ലാവരും കൂടിയാണ് പോയിരിക്കുന്നത്. ഓ, അപ്പോൾ മോനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണം പോയി കാണാൻ അല്ലേ? നീ അച്ഛൻ്റെ മോൻ തന്നെയാണെന്ന് തെളിയിക്കുന്നുണ്ട്. അതെന്താ? ശരത്ത് ചോദിച്ചു. നിന്റെ അമ്മയെ കാണാൻ എന്നെയും കൊണ്ട് ഒരുപാട് നിന്റെ അച്ഛൻ മതിൽ ചാടിയിട്ടുണ്ട്. ആ ഗുണം നീ കാണിക്കാതിരിക്കുമോ? ചെറിയച്ഛൻ മാധവ് ചോദിച്ചു. അങ്ങനെ ചാടിയത് കൊണ്ടല്ലേ എൻ്റെ അമ്മയുടെ അനിയത്തി ചെറിയച്ഛൻ്റെ ഭാര്യയായത്? ശരത്ത് തിരിച്ചും ചോദിച്ചു. അത് കേട്ട് മാധവും ശരത്തും ചിരിച്ചു. ഞാൻ എന്തായാലും ലൊക്കേഷൻ കിട്ടിയാൽ നിനക്ക് അയച്ചു തരാം കേട്ടോ. ചെറിയച്ഛനോട് സംസാരിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം പോലെ ശരത്തിന് തോന്നി. നിന്റെ അച്ഛനും അമ്മയും കല്യാണിയെ മരുമകളായി ഇപ്പോഴേ കൊണ്ടു നടക്കുകയാണല്ലോ മോനെ. ശരത്ത് ഒന്ന് പുഞ്ചിരിച്ചു. കല്യാണിയുടെ ഫോട്ടോ നോക്കി ശരത്ത്. ഒന്ന് വേഗം വാടി പെണ്ണേ,
എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലടി. നെഞ്ച് പൊട്ടുന്നത് പോലെ. വേഗം വാടി പെണ്ണെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറിയച്ഛൻ വിളിച്ചു. ഡാ മോനെ, ആ കുട്ടിയുടെ വീട് മഹാദേവ ക്ഷേത്രത്തിനടുത്താണോ? അത് ചെറിയച്ഛാ. എന്നാൽ കുറച്ച് ദിവസം മുമ്പ് ലാസ്റ്റ് കോൾ അവിടെ വെച്ചാണ്. പിന്നെ ആ ഫോൺ ഓഫാണ്, ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. നീ ടെൻഷനാവാതെ. ആ കുട്ടി ഇടയ്ക്ക് പോകാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അതും കുടുംബസമേതമല്ലേ? അപ്പോൾ നീ പേടിക്കണ്ട. പിന്നെ ക്ലാസ്സും കളഞ്ഞല്ലേ പോയേക്കുന്നത്, അതുകൊണ്ട് വേഗം വരും. നീ പേടിക്കാതെ. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ശരി ചെറിയച്ഛ. ശരത്തെ, ചെറിയച്ഛൻ പറഞ്ഞത് ശരിയാണ്. ക്ലാസ് കളഞ്ഞ് എന്തായാലും ഒരുപാട് ദിവസം നിൽക്കില്ല. പിന്നെ കീർത്തനയ്ക്ക് സ്കൂളിലും അച്ഛന് ഓഫീസിലും ഒരുപാട് ദിവസം ലീവ് എടുക്കില്ലല്ലോ. ഞാൻ എന്തായാലും അച്ചുവിനെയും ദേവുവിനെയും വിളിച്ച് ഒന്ന് സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നു അവർക്കും ഒന്നും അറിയില്ല എന്നാണ്. അവരും വലിയ വിഷമത്തിലാണ്. നീ വിഷമിക്കാതെ. ഇന്ന് ചൊവ്വ, നമുക്ക് അടുത്ത തിങ്കളാഴ്ച വരെ നോക്കാം. തിങ്കളാഴ്ച വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിനു അവനോട് യാത്ര പറഞ്ഞു പോയി. ശരത്ത് കല്യാണി ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.